നമസ്കാരം. ഇന്ന് നമുക്ക് നല്ലൊരു വെറൈറ്റി റൈസ് റെസിപ്പി ഉണ്ടാക്കിയാലോ. നമ്മളുടെ കയ്യിൽ നിത്യവുമുള്ള വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ളൊരു സിമ്പിൾ റെസിപ്പിയാണ്. ഉണ്ടാക്കാൻ സിമ്പിൾ ആണെങ്കിലും ടേസ്റ്റ് അപാരമാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കണമെന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഞാൻ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ സവാള, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, ഒരു അര കൈപ്പിടിയോളം തന്നെ മതിയാവും, 4-5 വെളുത്തുള്ളി. ഇത്രയുമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. കൂടെ തന്നെ ഒരു മുട്ടയും. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ഐറ്റംസ് ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് പച്ചമുളക് ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന സവാള ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. സവാളയ്ക്ക് പകരം ഒരു 6-7 ചെറിയുള്ളി എടുത്താലും മതിയാവും. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഇഞ്ചി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. നമ്മളെടുത്ത് വെച്ചിരുന്ന മല്ലിയിലകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടി വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു പരുവത്തിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളുടെ റെസിപ്പി അങ്ങ് റെഡിയാക്കി എടുത്തേക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇരുമ്പിൻ്റെ ഒരു ചെറിയ ചീനച്ചട്ടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ ശേഷം ഇതിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു അര ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടട്ടെ. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരുന്ന ആ ഒരു കൂട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഒരു പച്ചച്ചുവന്ന് മാറുന്നത് വരെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനൊരു അര ടീസ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഈ ഒരു കൂട്ടെല്ലാം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. എന്നാലായിരിക്കും നമ്മളുടെ ഈ ഒരു റൈസ് റെഡിയാക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിതിലേക്കൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ചധികം സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് ചെയ്യുക. അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മുട്ടയും കൂടി നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ ഉപ്പ്, എരിവ് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ മുട്ടയൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പോളം ജീരകശാല റൈസ് നന്നായിട്ട് വേവിച്ചതാണ്. അപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല. നമ്മൾ സാധാരണ ഉച്ചയ്ക്ക് കഴിക്കാറുള്ള വെള്ളച്ചോറുണ്ടല്ലോ, അതേതാണെങ്കിലും ഇതുപോലെ വേവിച്ച് ചേർത്ത് കൊടുക്കാം. റൈസ് ചേർത്ത് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ഇളക്കിയെടുക്കുമ്പോൾ ചോറ് ഒത്തിരി അങ്ങ് ഉടഞ്ഞൊന്നും പോവാതെ പതുക്കെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല കറക്റ്റ് പാകമാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. നല്ല വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള നല്ല ചൂട് പച്ചമുട്ട ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ വെന്ത ചോറുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് മാത്രം മതിയായിട്ട് ഇതുണ്ടാക്കാൻ. വേറെ കറിയൊന്നും ഇല്ലെങ്കിലും നല്ല രുചിയോടുകൂടി ചെറു ചൂടിലിത് കഴിച്ചാൽ അടിപൊളിയായിരിക്കും. കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഇടയ്ക്കെങ്കിലും വെറൈറ്റി ആയിട്ട് ലഞ്ച് ബോക്സിലൊക്കെ വെച്ചിട്ട് കൊടുത്തു വിടാൻ പറ്റിയ നല്ല കിട്ടും ഐറ്റമാണ്. ഒരു തമിഴ്നാടൻ സ്പെഷ്യൽ വിഭവം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇതുവരെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്